ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവും അതുപോലെ തന്നെ ഗോവിന്ദനും കൂടെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അനന്തപുരിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ജലജ വായിൽ വന്നതൊക്കെ പറയാണ്, ഓ 8 കൂട്ടം പലഹാരങ്ങളൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, ഒരു തരി സ്വർണം പോലും കൊണ്ടുവന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ്. ഇതൊന്നും അറിയാതെയാണ് കനക അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കനക അവരെ സ്വീകരിക്കുമ്പോഴേക്കും കനകയോടും ജലജ അതുപോലെ തന്നെയാണ് പറയുന്നത്, ഒരു തരി പൊന്നുപോലും ഇല്ലാതെയാണ് രണ്ടുപേരും വന്ന് കയറിയിരിക്കുന്നതെന്ന്. അപ്പോൾ രണ്ടുപേരുടെ മുഖം വല്ലാതെ ആവുകയാണ്. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ജയൻ കയറി വരുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ആഹാ വന്നോ, വാ അകത്തേക്ക് വാ എന്നൊക്കെ പറയുന്ന സമയത്ത് രണ്ടുപേരുടെ മുഖം എന്തോ ഒരു പോലെ കണ്ടിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ. അല്ല, അത് ഒരു തരി സ്വർണം പോലും കൊണ്ടുവരാതെയാണ് എന്ന് കനക പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ജലജ കളിയാക്കിക്കൊണ്ടും ദേഷ്യത്തോടെയും പറയുന്നുണ്ട്, എന്നാലും ഒരു കുഞ്ഞു പറക്കാൻ പോവുമല്ലേ, അതിൻ്റെ ഒരു അന്തസ്സെങ്കിലും കാണിക്കണ്ടേ. അപ്പം ജയൻ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിൻ്റെ കേടാ ജലജെ, ഇവർ നിന്റെ മരുമോളുടെ അനിയത്തിയും അച്ഛനും അമ്മയും ഒക്കെ അല്ലേ, അപ്പം അതിൻ്റെ ഒരു അന്തസ്സ് നീ കാണിക്കണ്ടേ. അപ്പം ജലജ ദേഷ്യത്തോടെ പറയാണ്, കാണിക്കേണ്ട അന്തസ്സൊക്കെ കാണിക്കുന്നുണ്ട്, അത്രയും മതി. അപ്പം വിഷയം വഷളാക്കണ്ടെന്ന് കരുതിയിട്ട് ഗോവിന്ദൻ വേഗം ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ കണ്ടില്ലല്ലോ. അപ്പം ജയൻ പറയാണ്, അവരിപ്പോൾ വരും. അപ്പം കനക മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൾ ഒറ്റ ഒരുത്തിയാണ് എല്ലാവരും തമ്മിൽ മനസ്സ് വിഷമിപ്പിക്കുന്നത്, ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരാൾക്കും ഇവൾ സമാധാനം കൊടുക്കില്ല. അപ്പോഴേക്കും നന്ദുവിനെ നോക്കിക്കൊണ്ട് ജയൻ ചോദിക്കുന്നുണ്ട്, എന്താ അനിയത്തിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാത്തത്, നയനമോൾക്ക് ഒരുപാട് വാത്സല്യമുള്ള ആളാണെന്നറിയാം, ചേച്ചിയെ കാണാൻ തോന്നാറില്ലേ. അപ്പം നന്ദു കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്, എങ്ങനെ വരാൻ അങ്കിളെ, ഇവിടെ വന്നാലേ മനസ്സ് വേദനിച്ചിട്ടേ പോവാനാവൂ, ഞങ്ങൾ മനുഷ്യരല്ലാത്ത രീതിയിലാണ് ചിലരിവിടെ സംസാരിക്കുന്നത്. നന്ദുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അനി പറയുന്നുണ്ട്, ഇവിടെയുള്ള 2 ആൾക്കാരെ നോക്കണ്ട നന്ദു, അവർക്ക് മനുഷ്യൻ്റെ രൂപേ ഉള്ളൂ. അപ്പം ജലജ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞത്, അപ്പോൾ ഇതായിരുന്നു ഇത്രയും കാലം നിൻ്റെ മനസ്സിൽ, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ ഏട്ടാ. അപ്പം ജയനും പറയുന്നുണ്ട്, അവൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഞാൻ പറയാൻ വന്നത് അവൻ പറഞ്ഞത്. അപ്പം ജലജൻ്റെ മുഖം ഒന്നുകൂടെ വലിഞ്ഞു മുറുകയാണ്. കനകക്ക് അത് കേട്ടപ്പോൾ ഒരു സമാധാനം തോന്നി, കാരണം അത്രയും ഒരു വൃത്തികെട്ട രീതിയിലാണ് ജലജ അവരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. നയനയുടെ ഡ്രസ് ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. നയന ആ സാരി എടുത്ത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഓ ഞാൻ തന്ന സാരി ഇഷ്ടപ്പെട്ടു അല്ലേ, എന്നിട്ട് വെറുതെ നമ്പർ ഇറക്കിയതാ അല്ലേ. അപ്പം നയന പറയുന്നുണ്ട്, ഞാനേ വലിയ കാശുകാരിയൊന്നുമല്ല, എന്നിട്ടും ആദർശേട്ടൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച ഡ്രസ്സാണ് ഞാൻ എടുത്തത്, ആദർശേട്ടനെ ആ ഡ്രസ്സിൽ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പെട്ടെന്ന് ആദർശം ഒന്ന് പതറിക്കൊണ്ട് പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാനും നീയും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാൻ സങ്കടത്തോട് പറയാണ്, അമ്മ വാങ്ങിത്തന്ന ഡ്രസ്സ് ഒരുപക്ഷെ ഞാൻ വാങ്ങിത്തന്ന ഡ്രസ്സിനേക്കാളും നല്ല വിലപിടിപ്പുള്ളതായിരിക്കും. അപ്പോഴും ആദർശ് മറുപടി ഒന്നും പറയാതെ തലതാഴ്ത്തുകയാണ്. ഇനി എത്ര വില കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും ശരി, അവൾ ഒരു ഭർത്താവിന് വാങ്ങിക്കൊടുക്കുന്നത് ആ ഭർത്താവ് ഫംഗ്ഷൻ അന്ന് ധരിച്ചു വരുന്നത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിരിക്കും. അതിപ്പോൾ എല്ലാ പെൺകുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നേന സങ്കടത്തോടെ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ ഇതൊരു വിഷയമാക്കണ്ട. അപ്പം നേന ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വഴക്കുണ്ടാക്കുന്ന ആളല്ലല്ലോ, പിന്നെ പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ താഴെ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, വാ. നേന താഴോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾ പിണങ്ങിയെങ്കിലും ഒരു പ്രശ്നം പരിഹരിച്ചല്ലോ, ഹോ സമാധാനമായി എന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഗോവിന്ദനും നന്ദുവൊക്കെ അകത്തേക്ക് കയറി വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് മൂർത്തി വരുന്നുണ്ടായിരുന്നു. മൂർത്തിയെ കണ്ടപ്പോൾ അവർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇരിക്കിരിക്ക്, ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ തലേ ദിവസം തന്നെ വരണ്ടേ ഗോവിന്ദനും മോളൊന്നും ഇവിടെ ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ലെന്ന കാര്യം ഓർമ്മ വേണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിപ്പോൾ ഗോവിന്ദനെ കുറ്റം പറയണ്ട, കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെയുള്ളവർ എത്ര ദിവസമാണ് ഗോവിന്ദൻ്റെ വീട്ടിലോട്ടേക്ക് പോയിട്ടുള്ളത്. അത് കേൾക്കുന്ന സമയത്ത് അബിക്കൊക്കെ ഒരു പുച്ഛം വരുന്നുണ്ട്. ജലജ ആ പുച്ഛത്തോടെ തന്നെയാണ് പറയുന്നത്, പോയാലും മതി, അവിടെ ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അപ്പം ഗോവിന്ദനും കനകക്കും വിഷമാകുന്ന സമയത്ത് മൂർത്തി പറയുന്നുണ്ട്, വീട് വലുതാവണമെന്നില്ല, അവിടുത്തെ ഫർണിച്ചറും അതൊക്കെ ഓരോ വീട്ടിലെ സാമ്പത്തികം പോലെ അനുസരിച്ചിരിക്കും, അതിനേക്കാൾ വീട്ടിലുള്ളവരുടെ മനസ്സാണ് പ്രധാനം, നന്മയുള്ളവർ താമസിക്കുന്ന വീട്ടിൽ മഹാലക്ഷ്മി ഉണ്ടാവും. ഇപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ചില ചെറിയ താളം തെറ്റലുകളുണ്ട്, അത് 2 മരുമക്കൾ വീട്ടിൽ കയറി വന്നതിന് ശേഷമല്ല, അതിന് മുമ്പ് തന്നെയുണ്ട്. അതിന് പ്രധാന കാരണം ഈ നിൽക്കുന്ന നിന്റെ മകനും നീയുമാണ്. നിങ്ങൾ 2ൻ്റെയും മനസ്സ് പുഴുക്കുത്ത് ബാധിച്ച മനസ്സാണ്, അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ നോക്ക്. അപ്പോഴേക്കും ദേവയാനി സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവർ വന്ന് സന്തോഷത്തോട് ചോദിക്കുകയാണ്, ആഹാ എല്ലാവരും എത്തിയല്ലേ. അപ്പം മുത്തശ്ശി കനകയോട് പറയാണ്, അതേ കനകേ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദർശ മോൻ്റെയും നയനമോളുടെയും കാര്യം, അവർക്കൊരു കുഞ്ഞു വേണമെന്ന് അത്ര വലിയ തിടുക്കൊന്നുമില്ലെന്നാണ് തോന്നുന്നേ. അപ്പം കനക പുഞ്ചിരിക്കുകയാണ്. ദേവയാനിക്കാണെങ്കിൽ ദേഷ്യം കയറുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശാണ് മൂത്ത പേരമോൻ, അപ്പം അവർക്കും എത്രയും പെട്ടെന്ന് ഇതുപോലൊരു ചടങ്ങ് നടത്തണം. അപ്പോൾ കനക സ്നേഹത്തോടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട് അമ്മേ. അപ്പം ജലജ കളിയാക്കിക്കൊണ്ട് പറയാണ്, മഹാറാണിമാർ വന്നില്ലല്ലോ, ഒരുക്കമായിരിക്കും.
അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ ഈ പ്രായത്തിൽ നീ ചുണ്ടൊക്കെ ചോപ്പിച്ചോണ്ടല്ലേ നടക്കുന്നത്, ഇവിടെ എല്ലാവരും അത്യാവശ്യം വൃത്തിയോടെയും വെടിപ്പോടെയാണ് നടക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതുപോലെ പുറമേ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അമ്മേ, മനസ്സിനകത്ത് നന്മയുണ്ടാവണ്ടേ. അപ്പം മൂർത്തി പറയുന്നുണ്ട്, ആ അത് വേണം, പക്ഷേ നിനക്കതില്ല, അതുകൊണ്ടാണ് നാവിനെ നിയന്ത്രിക്കാൻ പറഞ്ഞാലും നിനക്കത് കഴിയാതെ പോകുന്നത്. അപ്പം ജലജക്ക് ദേഷ്യം കയറുകയാണ്. അപ്പം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ മരുമോളുടെ വളകാപ്പാ, അതിന് പങ്കെടുക്കാനാണ് അവളുടെ വീട്ടുകാർ വന്നിരിക്കുന്നത്. ആ സമയത്ത് കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറി ജലജക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക ചിന്തിക്കുന്നത്, ഇവളെ കൈകാര്യം ചെയ്യാതെ എൻ്റെ മക്കൾക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോഴും ജലജ ഇങ്ങനെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുകയാണ്. അനി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് നന്ദു ഭയങ്കര സങ്കടത്തിലാണ് കാണുന്നത്. അപ്പോൾ അനി ചിന്തിക്കുന്നുണ്ട്, നന്ദുവിൻ്റെ മുഖം കണ്ടിട്ട് ഒട്ടും പന്തിയല്ല, നന്ദു ആകെ വിഷമത്തിലാണെന്നാണ് തോന്നുന്നത്. നന്ദു അതുപോലെ തന്നെ അനിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ജലജയുടെ ഓരോ സംസാരം കുത്തുന്നുണ്ട് എന്ന് അറിയിക്കുന്ന രീതിയിൽ. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നയനെ ആദർശം എവിടെ ജാനകി? അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, പോയി വിളിച്ചോണ്ട് വാ. ഞാൻ പോണോ? അതെന്താ പോയാൽ? അവരുടെ റൂമിലെ ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റില്ല, അതുകൊണ്ടാ എന്നും പറഞ്ഞ് ജാനകി ചിരിക്കുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ ചിരിക്കുകയാണ്. കാരണം അവരെന്തെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റൊമാൻസിലായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്നാലും ഞാൻ പോയി വിളിക്കാം. എന്നിട്ട് അവർ പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ആദർശും നയനയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വരുന്നുണ്ട്. അവർ രണ്ടുപേരും അടുത്തെത്തിയപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവരുടെ കാര്യം മനസ്സിലാവാത്തത്, ചില നേരത്ത് രണ്ടും കീരിയും പാമ്പുവാ. ആ സമയത്തൊക്കെ നയന അച്ഛനെയും നന്ദുവിനെയൊക്കെ വെൽക്കം ചെയ്യാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ജലജ പറയാ, കണ്ടോ, രണ്ടും യൂണിഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ആദർശന് എടുത്തു കൊടുത്ത ഡ്രസ്സാണ് അവൻ ഇട്ടിരിക്കുന്നത്, അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ജലജ പുച്ഛത്തോടെ തലതിരിക്കുകയാണ്. ഓ പിന്നെ അവളുടെ ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ. അതേസമയം ആദർശൻ നയനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. അതിനുശേഷം ദേവയാനി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് മോനെ, ഞാനിത് വളകാപ്പിന് വേണ്ടി പ്രത്യേകം എടുത്തു കൊടുത്തതാ, അച്ഛനോടും അമ്മയോടായിട്ട് ദേവയാനി പറയാണ്. അപ്പോഴും നയന ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് പറയാണ്, ഇപ്പം എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി, ഇതിന് മാച്ച് ചെയ്യുന്നൊരു സാരി എനിക്ക് എടുത്തു തന്നതാ അല്ലേ? അപ്പോൾ ആദർശ് പുഞ്ചിരിക്കുകയാണ്. അപ്പം നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദർശേട്ടൻ എന്തെടുത്തു തന്നാലും അതെനിക്കിഷ്ടമാണ്, അതാദ്യം മനസ്സിലാക്ക്. ഞാൻ എടുത്തു തന്ന ഷർട്ട് ഇടാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. വലിയ ബിസിനസ് മാൻ ആണെങ്കിലും എൻ്റെ മനസ്സ് എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ ആദർശേട്ടനെ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അവരുടെ രഹസ്യ സംഭാഷണം കേൾക്കുന്ന സമയത്ത് മൂർത്തി ചോദിക്കുന്നുണ്ട്, ബെഡ്റൂമിൽ വെച്ച് രഹസ്യങ്ങൾ പറഞ്ഞു തീരാത്തത് കൊണ്ടാണോ ഇവിടെ ഈ സംഭാഷണം തുടരുന്നത്? അല്ല മുത്തശ്ശ, ആദർശ് പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, രണ്ടാളും തമ്മിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ജയനും ചിരിച്ചുകൊണ്ട് പറയാണ്, ആ അതെ അതെ. അപ്പം കനകയും ഗോവിന്ദനും ഒക്കെ പുഞ്ചിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കുടുംബക്ഷേത്രത്തിലെ കുങ്കുമം എടുത്തായിരുന്നു ജലജെ? അയ്യോ, അതെടുക്കണമെന്ന് ഞാൻ നയനയോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നയന ചോദിക്കുന്നുണ്ട്, എപ്പോൾ പറഞ്ഞു? എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അപ്പം ജലജ ദേഷ്യത്തോട് പറയും, നോക്കെടുത്താൽ കള്ളമേ പറയത്തുള്ളൂ. നീ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കുങ്കുമം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം നയന വീണ്ടും പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം ജയനും പറയുകയാണ്, നയന ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെന്നായിരിക്കും, കാരണം മോളങ്ങനെ കള്ളം പറയുന്ന കൂട്ടത്തിലല്ല. അപ്പം മൂർത്തിയും പറയുന്നുണ്ട്, അത് ശരിയാ, പിന്നെ നീ പറഞ്ഞാൽ വിശ്വസിക്കാനും പറ്റത്തില്ല. അപ്പം മുത്തശ്ശി പറയാണ്, കുടുംബക്ഷേത്രത്തിലെ കുങ്കുമം പൂജാമുറിയിലുണ്ട് മോളെ. അപ്പം നയന പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇപ്പം തന്നെ എടുത്തോണ്ടരാ മുത്തശ്ശി. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നയന ചിന്തിക്കുന്നുണ്ട്, ഞാൻ കള്ളം പറയില്ലെന്നാ ഇവിടെ എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്, എന്നാൽ വലിയൊരു കള്ളം ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ വളകാപ്പ് ചടങ്ങ് ഒരു അനാവശ്യമാണ്, അതിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വരുന്നല്ലോ എൻ്റെ ദേവി. അപ്പം അഭി അമ്മയോട് പറയുന്നുണ്ട്, എല്ലാവരും നമ്മളെയാണല്ലോ അമ്മ ഇടിച്ചു താഴ്ത്തുന്നത്, സാരമില്ല മോനെ, അതിനൊക്കെ പകരം ചോദിക്കാൻ നമുക്കും ഒരു അവസരം വരും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഈ ദിവസം പെൺകുട്ടിയുടെ മുന്നിൽ ഒരുപാട് പലഹാരങ്ങൾ വെച്ച് അവളുടെ മനസ്സ് നിറയ്ക്കണമെന്നാണ് പറയാറ്. അപ്പം ജലജ കളിയാക്കൊണ്ട് പറയണം, പലഹാരം മാത്രമല്ല സ്വർണവും വെക്കണമെന്ന് പറയാറുണ്ട്, അത് ഗോവിന്ദനെയും കനകയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, വർഷങ്ങളായി നമ്മൾ സ്വർണ്ണ കച്ചവടക്കാരാ, അതുകൊണ്ട് ഒരു കുന്നോളം സ്വർണം വെക്കണമെങ്കിലും അത് നമ്മളെ കൊണ്ട് സാധിക്കും, അത് നീ ഇങ്ങനെ വലിയൊരു സംഭവമായിട്ട് പറയണ്ട. അപ്പോഴൊക്കെ ജലജയ്ക്ക് ഇങ്ങനെ ദേഷ്യം അരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നവ്യമുറിയിൽ മുത്തശ്ശി കൊടുത്ത സ്വർണ്ണങ്ങളൊക്കെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്തിൽ പൊതിഞ്ഞതുപോലെ ഉണ്ട്. അപ്പോഴേക്കും കനക അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, നവ്യമോളെ, നന്ദുവും ഗോവിന്ദേട്ടനും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നന്ദു നയനയും കൂടെ അമ്മക്കൊപ്പം നവ്യയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കനക നവ്യയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. അതിനുശേഷം വയറ് തൊട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നല്ല കട്ടിയുണ്ടല്ലോ വയറിന്. അപ്പം നവ്യ പതറിക്കൊണ്ട് അമ്മയെയും അത് കഴിഞ്ഞിട്ട് നയനയും നോക്കുന്നുണ്ട്. നയനയാണെങ്കിൽ തെറ്റ് ചെയ്ത ആ ഒരു ഭാവത്തോടെ നിൽക്കുകയാണ്. അപ്പം നവ്യ ചിരിച്ചുകൊണ്ട് പറയാണ്, ഇരട്ടക്കുട്ടികളാണെന്നാണ് തോന്നുന്നത്. ആഹാ, അയ്യോ, കനക സന്തോഷത്തോടെ പറയാണ്. അപ്പം നയന വിചാരിക്കുന്നുണ്ട്, ഒരു കുട്ടി പോലും ഇല്ല, എന്നിട്ട് ഇരട്ടക്കുട്ടികളാണെന്ന് പറയാൻ ഒരു സങ്കോചവും ഇല്ലല്ലോ. അപ്പം കനക സന്തോഷത്തോടെ പറയുന്നുണ്ട്, മോളെ, മോളുടെ പ്രസവത്തിന് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരിക്കും മോളെ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നവ്യ ചെറുതായിട്ടൊന്ന് പതർന്ന് ടെൻഷൻ ആവുകയാണ്. അതിനുശേഷം നയനയെ വീണ്ടും നോക്കുന്നുണ്ട്. നയനയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ ഒരു കള്ളം ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്.
അപ്പോൾ കനക വീണ്ടും പറയുന്നുണ്ട്, അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് ഗോവിന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നവ്യ പറയുന്നുണ്ട്, അയ്യോ അതൊക്കെ വലിയ പൈസ ചിലവല്ല അമ്മേ, എനിക്ക് ഏതെങ്കിലും ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ മതി. അപ്പോൾ കനക സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പറയാണ്, അയ്യോ അത് പറ്റില്ല മോൾ, അതേക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതിനി എത്ര പൈസയായാലും കുഴപ്പമില്ല. പിന്നെ ആദ്യ പ്രസവത്തിൻ്റെ എല്ലാ ചിലവുകളും നോക്കേണ്ടതേ നമ്മൾ തന്നെയാണ്. അപ്പോഴും നവ്യയുടെ മുഖത്ത് ടെൻഷനാണ്. നയനെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ആദർശ് മോനും ഈ വീട്ടിലുള്ളവരും ഒക്കെ വരുമ്പോൾ ചെറിയ ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവുമോ, കനക ചോദിക്കുന്നുണ്ട്. അപ്പം നയന മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു ഹോസ്പിറ്റലിലും പോവേണ്ടി വരില്ല അമ്മേ, മിക്കവാറും വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ എല്ലാം പൊളിയും. അതിനുശേഷം നവ്യയുടെ അരികിലേക്ക് ഇരുന്നിട്ട് കയ്യിലിരിക്കുന്ന ആ ഒരു ഗോൾഡിൻ്റെ ബോക്സ് നവ്യക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയാണ്, മൂർത്തീസ് ജ്വല്ലറിയുടെ മരുമകളാണ്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചെറിയ സമ്മാനമായിരിക്കും. 2 ഗ്രാമേ ഉള്ളൂ, പക്ഷേ എൻ്റെ മോള് അമ്മയുടെ സന്തോഷത്തിന് ഇത് വാങ്ങണം. അപ്പം നവ്യക്ക് നേരെ ആ സ്വർണ്ണം നീട്ടുന്ന സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവളും കൂടെ ചേർന്നിട്ടല്ലേ ഒരു വലിയ പ്രതിമയുടെ ഓർഡർ തീർത്തു കൊടുത്തത്? അതിന് ലക്ഷങ്ങൾ കിട്ടിയില്ലേ? അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു പവൻ്റെ കമ്മലെങ്കിലും വാങ്ങിക്കൊണ്ട് വരായിരുന്നു. അപ്പോൾ കനകയുടെ മുഖം വല്ലാതാവുകയാണ്. നയനക്കാണ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നന്ദുവും ദേഷ്യത്തോടെ തന്നെയാണ് പറയുന്നത്, കടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അത് കുറച്ചൊക്കെ വീട്ടി, ഇപ്പോഴും തീർന്നിട്ടില്ല. കുറച്ച് പലിശയുടെ കടവും കൊടുത്തു ആ പലിശക്കാരൻ ചന്ദ്രന്. അപ്പോൾ നവ്യ പുച്ഛത്തോടെ പറയാണ്, എന്തായാലും ഇങ്ങനെ ഒരു സമ്മാനം കൊണ്ടുവന്നത് ഇവിടെ ആരും അറിയണ്ട, പ്രത്യേകിച്ച് എൻ്റെ അമ്മായി അമ്മയും അബിയും. വീട്ടിൽ നിന്ന് വളകാപ്പിന് വരുമ്പോൾ എന്താ കൊണ്ടുതരുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അവർ ജ്വല്ലറിയൊക്കെ കണ്ട് മടുത്തവരാ. ആ സ്ഥാനത്തൊരു മിന്നായം പോലത്തെ കമ്മൽ കൊണ്ടുവന്ന എങ്ങനെയാ? ഇതിലും നല്ലതൊന്നും കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു. അപ്പോൾ കനക പറയുന്നുണ്ട്, പോട്ടെ നവ്യ മോളെ, നല്ല സ്ഥിതിയിലെത്തുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം കാണാം. അപ്പം നവ്യ പുച്ഛത്തോടെ പറയാണ്, എന്ത് പരിഹാരം കാണുന്ന അമ്മ ഈ പറയുന്നേ? ഇനി ഒരുത്തി നിൽക്കുക കല്യാണപ്രായമായിട്ട്. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും വലിയ ചിലവൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഓസിന് കല്യാണം നടന്നില്ലേ, അപ്പോൾ കുറച്ചെങ്കിലും മാന്യത കാണിക്കണമായിരുന്നു. അപ്പോഴേക്കും നയനയുടെ കൺട്രോൾ പോവുകയാണ്. നിർത്ത്, നവ്യയോട് പറയാണ്, സംസാരിച്ചത് മതി, മനുഷ്യനിവിടെ തീതിന്ന് നിൽക്കുക. അപ്പം കനകയും നന്ദു ഒരുപോലെ നയനയെ നോക്കുന്നുണ്ട്. എന്നിട്ട് കനക ചോദിക്കുകയാണ്, അതെന്ത് പറ്റി നയന മോളെ? മോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ആദ്യം കയറി നടക്കുവാണല്ലോ, എന്താ കാര്യം? അപ്പം നയന വല്ലാതെ ആവുകയാണ്. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളിനി എല്ലാം പൊളിക്കുവോ? പെട്ടെന്ന് തന്നെ അമ്മയോട് പറയാണ്, അതിനിപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിലും ഈ വീട്ടിലെ മൂത്ത മരുമകൾ അവളാണല്ലോ, എന്നിട്ട് ആദ്യം നടക്കുന്നത് എൻ്റെ വളകാപ്പ് ചടങ്ങാണല്ലോ, അതിൻ്റെ അസൂയ. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എങ്ങനെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നേ? ഇങ്ങനെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇന്ന് കണ്ടോണം വളകാപ്പ് ചടങ്ങിന് താലത്തിൽ അബിയുടെ മുത്തശ്ശി സ്വർണം വെക്കുന്നത്. ആ നേരത്ത് വളകാപ്പ് എന്ന് പറഞ്ഞ് 1 പവൻ്റെ വള പോലും ഇല്ല. അമ്മക്ക് നേരെ നവ്യ പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട 2 ഗ്രാമമായിട്ട് വന്നിരിക്കുക. നന്ദുവിനും വിഷമാവുന്നുണ്ട്, അതുപോലെ കനകയും തലതാഴ്ത്തുകയാണ്. മനുഷ്യനായാലേ നാണം വേണം. നവ്യ വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നയന വീണ്ടും പറയുന്നുണ്ട്, നിർത്താനല്ലേ പറഞ്ഞത്? എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാന്ന്, അർഹിക്കുന്നവർക്കേ കൊടുക്കാവൂ. എൻ്റെ ചേച്ചിക്ക് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഇനി 1 പവൻ കൊടുത്താൽ പറയും 2 പവൻ വേണമെന്ന്, 10 പവൻ കൊടുത്താൽ പറയും 20 പവൻ വേണമെന്ന്, ഒന്നിനൊരു തൃപ്തിയില്ല. അപ്പോൾ കനക വേഗം ഇടയിൽ കയറുകയാണ്, മോളെ സാരയില്ല, ഇന്ന് അവളെ ഇനി ഒന്നും പറയണ്ട, വാ വളകാപ്പിന് സമയമായി, വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈപിടിച്ച് നടക്കുകയാണ്. കനക നവ്യയും കൂട്ടി പോകുന്ന സമയത്ത് നയന ആകെ മൊത്തം അപ്സെറ്റായിട്ട് നിൽക്കുകയാണ്. അത് കണ്ടിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ നയന തിരിച്ചു ചോദിക്കുകയാണ്, അത് തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, നിന്റെ വിഷമം എന്താ മോളെ? അപ്പോൾ പെട്ടെന്ന് തന്നെ പതറിക്കൊണ്ട് നന്ദു പറയുന്നുണ്ട്, ഏയ് എനിക്ക് വിഷമമൊന്നുമില്ല ചേച്ചി, ആര് പറഞ്ഞു ഇല്ലയെന്ന്? നീ ഇപ്പം എന്നെ വിളിക്കുന്നേ ഇല്ല. അതുപോലെ അമ്മയും പറയുന്നുണ്ട്, നീ ഏത് സമയത്തും കഥകടച്ച് ഒരേ ഇരിപ്പാണെന്ന്. നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ മോളെ? അപ്പോഴേക്കും നന്ദു വീണ്ടും പതറിക്കൊണ്ട് തന്നെ പറയുകയാണ്, ഏയ് ഒന്നുമില്ല ചേച്ചി വാ. അത് പറഞ്ഞ് നന്ദു താഴേക്ക് പോവാണ്. പക്ഷേ അപ്പോഴും 2 പേരെയും കുറിച്ച്, 2 സഹോദരിമാരെയും കുറിച്ച് ഓർത്തിട്ടുള്ളൊരു ടെൻഷനിലാണ് നയന അവിടെ നിൽക്കുന്നത്. താഴെ പൂജക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ മുത്തശ്ശനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അനിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, അവിടെ വെക്കാൻ വേണ്ടിയിട്ട്, പൂജ ചെയ്യുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, പാരമ്പര്യമായി കിട്ടിയ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ ഞാൻ നവ്യ മോൾക്ക് കൊടുത്തു കഴിഞ്ഞു, ഇന്ന് ബാക്കിയുള്ള സ്വർണ്ണങ്ങളൊക്കെ മോൾക്ക് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെക്കുകയാണ്. അപ്പോഴേക്കും ജയനും ദേവയാനിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇതൊക്കെ പെൺവീട്ടുകാരാണ് കൊണ്ടുവരേണ്ടത്. അപ്പം മൂർത്തി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചാണ് നമ്മുടെ തറവാട്ടിൽ ഇതൊക്കെ നടത്താറുള്ളത്. ഇവിടെ നമ്മൾ ജ്വല്ലറി നടത്തുന്നവരാണ്, അതുകൊണ്ട് നവ്യയുടെ വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നാട്ടുനടപ്പ് അങ്ങനെയല്ലല്ലോ അച്ഛാ. ദേവയാനി പറയുന്ന സമയത്ത് മൂർത്തി ചിരിച്ചുകൊണ്ട് പറയാണ്, ഇന്നത്തെ കാലത്ത് നാട്ടുനടപ്പ് അനുസരിച്ചാണോ കാര്യങ്ങൾ നടത്തുന്നത്? നമ്മുടെ പഴയ സമ്പ്രദായങ്ങൾ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ കളിയാക്കും ന്യൂ ജനറേഷൻ കുട്ടികൾ. അറേഞ്ച്ഡ് മാരേജ് പോലും വിദൂരമാവുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നടത്താൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ്. ദേവയാനിയുടെ മുഖം മുഷിയുന്നുണ്ട്. പക്ഷേ ജയൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, അത് ശരിയാ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി അങ്ങനെയൊന്നും സംസാരിക്കേണ്ട, നിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തുന്ന സമയത്ത് നിന്റെ വീട്ടിൽ നിന്നും ഒരുപാട് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഒരുപാട് സ്വർണം തന്നാണ് നിന്നെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടത്, ഓർക്കുന്നുണ്ടോ?
അവനവൻ്റെ ശേഷിക്കനുസരിച്ച് ചെയ്യണം. അങ്ങനെയാ വേണ്ടത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം. ഞങ്ങളും സ്വാർത്ഥരാണ് ദേവയാനി. അതുകൊണ്ടാണ് ഈ കൂട്ടുകുടുംബമൊക്കെ വേണമെന്ന് വാശി പിടിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ടാ ഇടയ്ക്കെല്ലാം മുറിച്ചു മാറ്റാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷേ നിങ്ങളൊക്കെ അത് സമ്മതിക്കാത്തത് കൊണ്ടാ ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചത്. ഇപ്പം ജയൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊക്കെ പറയുമ്പോഴും പഴയ കാലത്തെ കുടുംബങ്ങളും ഇന്നത്തെ കുടുംബങ്ങളും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് എനിക്കും അജയനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഒരുമാതിരി സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. അച്ഛനെ ഭയന്നാ ഞങ്ങൾ ജീവിച്ചിരുന്നത്. ഉള്ളിൽ സ്നേഹമുള്ളപ്പോഴും അതിനേക്കാൾ കൂടുതൽ ഭയമുണ്ടായിരുന്നു. എന്നാൽ ഓരോ പ്രായത്തിനനുസരിച്ച് അച്ഛൻ സ്വാതന്ത്ര്യം തന്നതൊക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ജയൻ അതൊക്കെ പറയുന്ന നിൽക്കുന്ന സമയത്ത് മൂർത്തിയും പുഞ്ചിരിക്കുകയാണ്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, പഴയ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എല്ലാ കുടുംബങ്ങളിലും. അപ്പം ജയൻ പറയുന്നുണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, അന്ന് അച്ഛനെ ഭയന്ന് കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന മക്കൾ ഇന്നൊരു കാലത്ത് അച്ഛന് വേണ്ടി മരിക്കാൻ കൂടി തയ്യാറാവുന്ന മക്കളാണ്. എന്നാൽ ഇന്നിപ്പോൾ കാലഘട്ടമൊക്കെ മാറി. അച്ഛനും മക്കളും തമ്മിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്കരികിൽ മക്കളും കാണില്ല, കൊച്ചുമക്കളും കാണില്ല, മരുമക്കളും കാണില്ല, ആരും കാണില്ല. അപ്പോഴേക്കും കനകയും ഗോവിന്ദനും അതുപോലെ തന്നെ നയനയും നവ്യയും നന്ദുവും ഒക്കെ കൂടെ വരുന്നുണ്ടായിരുന്നു. നവ്യയെ കണ്ടപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഇതൊക്കെ മോൾക്കുള്ളതാ, പോകുമ്പോൾ കൊണ്ടുപോകാം. ആ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ആമാടപ്പെട്ടി കാണുന്ന സമയത്ത് നവ്യക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ ഗർഭം എൻ്റെ ക്രിയേഷൻ ആയാലെന്താ, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളെ എനിക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഒരുത്തി അസൂയപ്പെട്ട് നിൽക്കുന്നത്. എന്നിട്ട് നയനക്ക് നേരെ നോക്കിയിട്ട് ഒന്ന് വിജയിച്ച ഭാവത്തിൽ നെടുവീർപ്പിടുകയാണ്. അത് കാണുന്ന സമയത്ത് നവ്യ അമ്മയോട് പറയുന്നുണ്ട്, കണ്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷേ അബിയുടെ മുത്തശ്ശനും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുക. കനക അവിടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും അബിയും വരുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തെങ്കിലും മാറി നിൽക്കുന്നത്, ഇന്ന് നിങ്ങളുടെ ചടങ്ങാണ്, നിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളതാ, നിൻ്റെ ഭാര്യയ്ക്കുള്ള ചടങ്ങാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അബിയും കൂടെ അവിടെ ചേർത്ത് പിടിച്ചിരുത്തുകയാണ്. അവർ രണ്ടുപേരും കൂടെ ദൈവത്തിൻ്റെ നേരെ നോക്കി പ്രാർത്ഥിച്ച് പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആദർശും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അവിടെ വന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആദർശിനെ നോക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ആദർശ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ച് തട്ടി എറിയാണ്. പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന പഴങ്ങളും എല്ലാം തട്ടി എറിയാണ്. എല്ലാവരും ഒരുപോലെ അമ്പരന്നിട്ട് ആദർശ് ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ജലജ വഴി ആദർശ് നവ്യയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് തോന്നുന്നത്.